ചെയ്തിരുന്നല്ലോ, അത് വേണ്ടത് പറയണ്ട, വെറുതെ എന്തിനാ കുത്തിപ്പോക്കുന്നത്. ഓക്കെ, കട്ട് ചെയ്തു, അത് കട്ട് ചെയ്യുന്നോട്ട് ഇടരുത്. കുറേ കമന്റുകൾ വരും, എന്തിനാ എപ്പോഴും ശ്രുതിയുടെ കൂടെ നടക്കണത്, റീച്ച് കിട്ടാനാണോ, ശ്രുതിയുടെ വാലാണോ, ഫുൾ ടൈം ശ്രുതിയാണല്ലോ, വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ, ഇങ്ങനെ കുറേ കമന്റ്, കുറേ ആൾക്കാരുടെ ചോദ്യങ്ങളുണ്ട്. എന്തിനാ ശ്രദ്ധിച്ചിരിക്കുന്നു, കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ശ്രുതിയുടെ കൂടെ വീഡിയോ എടുക്കുന്നത് എന്തിനാ, റീച്ച് കിട്ടാനാണോ എന്നൊക്കെ. സത്യം പറഞ്ഞ അല്ല, അവനൊന്നും കൂടി പറയാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റർവ്യൂ തന്നെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ശ്രുതിക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? എന്നിട്ട് ഇത് റീച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ നാണം കെടുമല്ലോ. അല്ല, നമസ്കാരം, റിനിയാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വെറൈറ്റി വ്ളോഗാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രുതിയും ഞാനും തമ്മിലുള്ള ആ ഒരു 8-9 വർഷത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ശ്രുതിയെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് ശ്രുതി, വെൽക്കം ടു നമ്മുടെ യൂട്യൂബ് ചാനൽ. ഹായ് 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 ഗായ്സ്. അപ്പൊ നമുക്ക് അറിയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ചിരിപ്പിക്കാൻ ഇപ്പൊ നമുക്ക് അറിയാനുള്ളത് ശ്രുതിയും ഞാനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വിശേഷങ്ങളാണ്. ശ്രുതിക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? വളരെ നല്ലൊരു ഇതാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് 9ാമത്തെ വർഷത്തിലേക്ക് കിടക്കും കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 2018. അങ്ങനെ 2018 ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ കരാമയിലുള്ള ദേപ്പുട്ട്, ദിലീപേട്ടന്റെ ദേപ്പുട്ടിൽ വെച്ചിട്ടാണ്. അവിടെ ഞങ്ങള് ഫ്രണ്ട്സ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് നീ വരുന്നത് അല്ലേ? അല്ല, നമ്മള് ഫില്ലി കഫേയിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. അല്ല, അനിരുദ്ധം അന്ന് തന്നെയാണ് നമ്മള് ദേപ്പൂട്ടിലും പോയത്. പക്ഷെ നീ അവിടെ വന്നതല്ലേ, ദേപ്പൂട്ടിൽ വന്നതല്ലേ? അല്ല, അങ്ങനെയല്ല. ഫില്ലി കഫേയിൽ അനിരുദ്ധിന്റെ കൂടെ, അനിരുദ്ധ് ശ്രുതിനെ കാണാം എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടിയിട്ട് ശ്രുതിനെ കാണാൻ വേണ്ടി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അൽഷിമേഴ്സ് ഉള്ളത് കൊണ്ട് ഞാൻ മറന്നു പോകും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കും. ഞാൻ അത്ഭുതത്തോടെ അനസ്തീഷ്യ എന്നാണ് ഞാൻ അൽഷിമേഴ്സിന്റെ പറയാറ്. എനിക്ക് ഇടയ്ക്ക് സ്ലിപ്പായി പോകും. വാക്ക് പഠിച്ചു അങ്ങനെ. അപ്പൊ അന്ന് അനിരുദ്ധും ഞാനും കൂടി ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഫില്ലി കഫേയിൽ വന്നു. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ അന്ന് തന്നെയായിരുന്നു ദേപ്പുട്ടി. നമ്മൾ ആ വീഡിയോ എടുത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും അതാണ് ഫസ്റ്റ് മീറ്റിംഗ് മെമ്മറി. ദേപ്പുട്ടില് നമ്മൾ അന്ന് ദിലീപ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദേപ്പുട്ടിൽ പോയി എല്ലാരും കൂടി. പക്ഷെ ഒരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് 2018 നമ്മൾ ദേപ്പുട്ടില് മീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്തായിരുന്നേ. പക്ഷെ അതിനുശേഷം മിക്ക വർഷങ്ങളും ആ ഡേയിൽ നമ്മൾ ഒരുമിച്ചുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മളത് വീണ്ടും അതേ സെയിം വീഡിയോ സെയിം ഓഡിയോയിൽ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോ അന്ന് തുടങ്ങിയ ആ ഒരു ബന്ധമായിരുന്നു അത്. ആ ഒരു എന്താ പറയാ, അതിനിടയിൽ ശരിക്കും എന്നും മെസ്സേജ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ല അല്ലേ? ഇല്ല, ഇത് ഇപ്പൊ ഞാൻ നേരത്തെ എന്നുള്ളത് എന്റെ വ്ലോഗിലായിരുന്നല്ലോ, സോറി. അല്ല, ഞാനും അനൂപും അതുപോലെ തന്നെയാ. ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും മെസ്സേജ്, അതായത് എല്ലാ ദിവസവും എന്തെടുക്കുക, കുളിച്ചോ കഴിച്ചോ, ഈ ചോദിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിന് വലിയ മീൻസ് അത് നല്ല ഒരു ക്വാളിറ്റിയാണ്, കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാന്നുള്ളത്. പക്ഷെ അതില്ലാതെയും നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. കാരണം എല്ലാ ദിവസവും അന്വേഷിക്കുന്നുണ്ടോ എന്നല്ലേ, നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതിലാണ്. അതിലാണ് ഒരു കാര്യം അല്ലേ. അതായത് നമ്മുടെ ഒരു അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ നമ്മുടെ കൂടെ ആ ഒരു പ്രസൻസ് കിട്ടാറുണ്ടോ. അല്ലാതെ എല്ലാ ദിവസവും ചിലപ്പോൾ മെസ്സേജ് അയച്ച് അന്വേഷിക്കുന്ന ആൾക്കാരെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ പോലും സംസാരിക്കാൻ കിട്ടാത്ത കുറെ ഫ്രണ്ട്സുകൾ ഉണ്ടാവും. അതിൽ കാര്യമില്ല. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അറിയാണ്ട് വളർന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ. ആദ്യം ഈ പരിചയപ്പെട്ടപ്പോ നീ വിചാരിച്ചോ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാൻ പോകണം, അല്ലെങ്കിൽ ഇത്രയും വർഷം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിൽക്കുമെന്ന്? അതിനിടയിൽ എത്രയോ ആൾക്കാർ വന്നു പോയി. അപ്പോഴും നമ്മളിങ്ങനെ അതേ ബോണ്ടിൽ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ആദ്യമേ ഓവർ ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നു. പക്ഷെ അത് പോകെ ഗ്രോ ആയത്. അല്ലാതെ ഫസ്റ്റിലെ ഒരു ഇംപ്രസ് ചെയ്യാൻ കാണിച്ചു കൂട്ടി അടുപ്പായിരുന്നില്ല. ആ അടുപ്പം ഗ്രാജുവലി നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയുന്നവരും നമ്മുടെ കൂട്ടത്തിൽ അറിയാണ്ട് ആ ബോണ്ട് ഇങ്ങനെ ബിൽഡായി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോകാനായിട്ട്. ഇപ്പൊ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ, അല്ല ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ എവിടെ എന്നൊരു തോന്നൽ വന്നു തുടങ്ങി അല്ലെ. ഇപ്പൊ ഈ 2 വർഷമായിട്ട് അങ്ങനെ ഒരു തോന്നല്. രാവിലെ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ
കണ്ടില്ലല്ലോ ഇവിടെ എവിടെ അല്ലെങ്കിൽ ഞാൻ ഒട്ടും ഓക്കെ അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ അപ്പം തന്നെ വിളിച്ചിട്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ല, എൻ്റെ മൈൻഡ് ഇങ്ങനെയാണെന്ന് എനിക്ക് അപ്പം തന്നെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അത് ഈവൻ ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് എനിക്ക് എപ്പോഴും ഞാൻ ഓക്കെ അല്ല, ഞാൻ ഇങ്ങനെ ആകെ മൂഡ് ഓഫ് ആണ്, ചിലപ്പോൾ അമ്മ പോലും അറിയാത്ത അത്രയും ഒരു ദിവസത്തെ അപ്ഡേഷൻസ് കറക്റ്റ് അറിയാവുന്ന ഒരു ആളാണ്. ഈവൻ ഞാൻ എൻ്റെ എന്തെങ്കിലും തിങ്സ് ഒക്കെ എൻ്റെ ഫ്ലാറ്റിൽ, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളല്ലേ, അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ ഓരോ തിങ്സ് പെട്ടെന്ന്, മനുഷ്യൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, പെട്ടെന്നൊക്കെ ഒരു ഡേയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നാളില്ലെന്ന് വെച്ചോ, പക്ഷെ ഞാൻ ഇവരോട് എപ്പോഴും പറയും, എടാ എൻ്റെ തിങ്സ് ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വീട്ടിലെത്തിച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ ഇവളെയാണ് പറഞ്ഞ് ഏൽപ്പിച്ചേക്കണം. കാരണം എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നാളെ എനിക്കൊരു സംഭവിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അതൊക്കെ വന്ന് നോക്കി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് പറയാം. നാളെ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ID വിശ്വസിച്ച് തന്നിട്ട് പോകാൻ പറ്റും. കൊന്നാലും ഞാൻ തരത്തില്ല, എത്ര വലിയ ഫ്രണ്ട് ആണെങ്കിലും എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഞാൻ തരത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര വിശ്വസ്തമായ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നാളെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വലിയൊരു ഇഷ്യൂ വന്ന് അഭിപ്രായ വ്യത്യാസം വന്ന് തെറ്റിപ്പിരിഞ്ഞ് പോകുന്നുള്ളതൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ മനുഷ്യന്റെ കാര്യമാണ്. എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഞാൻ എത്രമാത്രം ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതൊക്കെ നമ്മളെ വിട്ട് പോയിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് മാത്രമാണ് ഇപ്പോഴും കൂട്ടിച്ചേർത്ത് പിടിക്കുന്നത്. നാളെ അതിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നെ സംബന്ധിച്ച് എപ്പോഴും ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നാലും എല്ലാ ടൈമിലും ഒറ്റൊരു ബെസ്റ്റ് ഫ്രണ്ട് കാണും, ഭയങ്കര ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട്. അപ്പോൾ അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മഹിമ എന്ന് പറഞ്ഞിട്ട് അവളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് +2 ഒരു സമയത്ത് അതുല്യ, എനിക്കറിയാം അവർ ഭയങ്കര ക്ലോസ് ആയിരിക്കും. നമ്മൾ അതുല്യായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ രണ്ടുപേരുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല ഇപ്പോൾ, എങ്ങനെയൊക്കെയോ പോയി കോണ്ടാക്റ്റ് ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു സ്ഥാനത്തോട്ട് ഈ പറഞ്ഞ പോലെ നമ്മളങ്ങ് കണക്റ്റായി വന്നതാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു ബോണ്ട് എങ്ങനെയൊക്കെ അങ്ങ് വന്നു. മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതോ ഒന്നുമല്ല, അതെങ്ങനെയൊക്കെ അങ്ങനെ ആയി മാറി. ഇപ്പോൾ ഞാൻ ഗ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ എനിക്ക് ഇവളും അതുപോലെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈവൻ അത് എല്ലാവർക്കും നമുക്ക് അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, അപ്പോൾ തന്നെ ഞാൻ ഇവളെ പുഷ് ചെയ്യാൻ തുടങ്ങി. ഇവളെ ചെയ്യുമെന്ന് മടിയോ എനിക്ക് തോന്നി ചെയ്യില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ തന്നെ അത് ഓപ്പൺ ആക്കി കൊടുത്ത് ഒക്കെ സെറ്റ് ചെയ്ത്. അതുപോലെ ഇപ്പൊ ഞാൻ വീട് വെച്ചു, എനിക്ക് അടുത്ത ആഗ്രഹം ഇവള് സെറ്റിൽ ആവണം, ഞാൻ അവളെ അതിനു വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വർഷങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലല്ല കേട്ടോ, രണ്ടുപേരും ഗ്രോ ആവാനായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ ഒരു ഫ്രണ്ടിനൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പരസ്പരം ഗ്രോ ആവാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടാന്നുള്ളത് ഭാഗ്യമാണ്. അത് കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്യും, ചോദിക്കും ശ്രുതിയുടെ കൂടെ എന്താ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ. അതിനെപ്പറ്റി ശ്രുതിക്ക് എന്താ അഭിപ്രായം? പറ, ചിരിക്കല്ലേ, പറ. ഞാൻ ചിരിക്കാനായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, പറ. നിർത്താൻ പറ്റില്ല. അതിനെപ്പറ്റി അഭിപ്രായം എന്താ, പറ. ഏതിനെ പറ്റിയിട്ടാണ്? കൊറേ കമന്റ് വരൂലേ, ശ്രുതിയുടെ കൂടെ എന്തിനാ റീച്ച് കിട്ടാനാണോ വീഡിയോ ചെയ്യുന്നത് ആണോ? ശരിക്കും ഈ യൂട്യൂബ് ചാനൽ ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സത്യം പറഞ്ഞാൽ ഞാനേ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. ഇന്ന് ഈ വീഡിയോ എടുക്കണമെന്നൊന്നും ഒരു പ്ലാൻ ഒന്നുമില്ല. പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തു തരുന്നതും എന്നെ കൊണ്ട് വീഡിയോ നീ അത് ചെയ്യുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതൊക്കെ ശ്രുതിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നെ കുറേ നാളുകളായി. ഞാൻ എപ്പോഴും പറയും നീ എന്തെങ്കിലും എന്താ പ്രശ്നം, എന്താ സംഭവം, എന്താ? ഞാനും ഇവളോട് ഇങ്ങനെ പുഷ് ചെയ്യും, നീ ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ ചെയ്യും. എനിക്ക് ഇവളുടെ എനിക്ക് എന്റെ ഫോളോവേഴ്സ് കൂടുന്ന പോലെ തന്നെ ഇവളുടെ ഫോളോവേഴ്സ് കൂട്ടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഡെയിലി ചെക്ക് ചെയ്യും. എന്താ പറയാ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അത് കൺക്ലൂഡ് ചെയ്തു. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കേട്ടില്ലേ, ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഈ വീഡിയോ റീച്ച് അതിനേക്കാളും ഒക്കെ അപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് വളർന്നു വന്നു. എന്താ പറയുക, ഇപ്പോൾ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരാൾ ഒരു ദിവസം എന്താണ് വിശേഷം എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആവുന്ന അങ്ങനെയുള്ള ഒരാൾ, ഫ്രണ്ടെന്നും പറയാൻ പറ്റില്ല, അതിനേക്കാളും വലുത്, അതുക്കും മേലെ. നമുക്ക് ഭയങ്കര എന്തെങ്കിലും ഇപ്പോൾ ഭയങ്കര ഫീൽ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈഗോ ഒന്നും ഇല്ലാതെ നമുക്ക് ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ. എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ ഒരാളെങ്കിലും നമ്മൾ സമ്പാദിച്ചിരിക്കണം എന്നാണ്. നമുക്ക് എത്ര
ബാക്കി എന്ത് നമുക്ക് ലൈഫിലുണ്ടെങ്കിലും നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെ ഒരു സമ്പാദിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ലൈഫിൽ വലിയൊരു കാര്യമാണ്. നമുക്ക് ഈവൻ നമ്മുടെ പാരൻസ്, നമുക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നമുക്കുള്ള ബാക്കി എന്തെങ്കിലും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വില മതിക്കുന്ന ഒരു ഇതാണ് നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടാന്ന് പറയുന്നത്. സത്യമാണ്. പിന്നെ ഇതേപോലെ മറ്റേ ഞാനിപ്പോൾ എന്തെങ്കിലും പൊട്ടത്തരങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും ശ്രുതിയോട് വന്ന് എനിക്കത് ഓപ്പണായിട്ട് പറയാം, എനിക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റി. അപ്പോൾ ശ്രുതി അതിനെ അത് സാരമില്ല, അത് നമുക്ക് സെറ്റാക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു റീൽ ഉണ്ടല്ലോ, എടി ഞാനൊരാളെ കൊന്നു, സാരില്ല നമുക്ക് കുഴിച്ചിടാം എന്ന് പറയുന്ന ഒരു, അതായത് എന്തിനും നമ്മൾ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അതായത് ഒരാളുടെ തകർച്ച കാണാനല്ല കേട്ടോ. എനിക്ക് ഇവള് സെറ്റ് ആവണം, ലൈഫിൽ സെറ്റിൽ ആവണം. എനിക്ക് തോന്നുന്നു ഇവളുടെ ഫ്യൂച്ചറിനെ പറ്റി ഇവക്ക് പോലും ഇല്ലാത്ത ടെൻഷനായിരിക്കും എനിക്ക്. കാരണം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തായി അത് ചെയ്യണ്ടേ, ഇത് ചെയ്യുന്നില്ലേ, ഇതിങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത്രയും പോലും സീരിയസ്നെസ് ഇവള് കാണാറില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം സത്യമാണ്. ഞാൻ അങ്ങോട്ട് ഭാവിയിലോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാത്ത ഒരാളാണ്. എന്താ പറയാ, നാളെ എന്താവും, നാളെ എങ്ങനെ, അതിനെപ്പറ്റി ഞാൻ എങ്ങനെയാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യിക്കാനൊക്കെ നോക്കാറുണ്ട്, പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട്. അതെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. ലൈഫ് എങ്ങനെ, എന്താ പറയുക, നാളത്തെ കാര്യങ്ങൾ ലൈഫിൽ എങ്ങനെ ആവണം, അങ്ങനെ ആവണം, ഓരോ കാര്യങ്ങൾ ശ്രുതി എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഞങ്ങളിപ്പോൾ ഒമാനിലൊരു ട്രിപ്പ് പോയായിരുന്നല്ലോ, ഒരു 3000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ പോയി വന്നതൊക്കെ. പക്ഷെ നമുക്ക് ആ ട്രിപ്പിനിടയിൽ നമ്മൾ രണ്ടുപേരും എന്തോ അൺകംഫർട്ടബിൾ ഒന്നും തന്നെ, അതായത് ഞാൻ എന്താണ് അതുപോലെ ഒരാളെന്റെ കൂടെ, അങ്ങനെയുള്ളൊരു ഫീലായിരുന്നു. ശരിയാണ്. ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ട് സോൺ. സത്യം. ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടാസ്ക്. ഓക്കെ. ശ്രുതിയുടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പറയണം. ശ്രുതി അതേപോലെ തന്നെ റിനിന്റെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ശ്രുതിയോട് പോസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് പറയാനായിട്ട് ശ്രുതി തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ആണ് എപ്പോഴും. ആളുടെ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരുപാട് കൂടെ നിന്ന ഫ്രണ്ട്സൊക്കെ ചതിച്ച് പോയിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു വാല്യൂ കൊടുക്കുന്നത്. അതൊരു നല്ല ഓരോ ഫ്രണ്ട് നമ്മുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ പോലും അറിയാത്ത കാര്യത്തിനൊക്കെ നമ്മൾ അങ്ങനെ മാറ്റി നിർത്തുമ്പോഴൊക്കെ ഇല്ലേ, അത് ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞിട്ടാണെങ്കിലും പറയുന്നത് ഇവളുടെ അടുത്ത് വന്നിട്ട്. അപ്പൊ ഇവക്ക് നല്ല പോലെ മനസ്സിലാവും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിനൊക്കെ കൊടുത്ത വാല്യൂ എന്താണെന്നുള്ളത്. ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു ഫ്രണ്ട് ഇങ്ങനെ ചെയ്തു അല്ല അങ്ങനെ ചെയ്യുക, ഒരു ഫ്രണ്ടിന് എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പോട്ടെ. പിന്നെ നെഗറ്റീവ് പറയാനെന്ന് വെച്ചാൽ, ആള് പുറമേ ഭയങ്കര സ്ട്രോങ് ആണ് ആള്. നമ്മളെല്ലാവരും കാണുന്ന ശ്രുതി ഭയങ്കര സ്ട്രോങ് ആണ്, അയൺ ലേഡിയാണ്. പക്ഷെ ആള് ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് സങ്കടം വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിലേ, നമ്മളിപ്പോൾ ഒരുമിച്ച് മൂവി കാണാൻ പോയിട്ട് ഞാനത് ഓക്കെ മൂവി കാണുകയാണ്, ഭയങ്കര ഒരു സങ്കടം വരുന്ന എന്തെങ്കിലും സീനാവും. ഞാൻ നോക്കുമ്പോൾ ഒരാളവിടെ കരഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് ഫുള്ള് ഇവളുടെ കണ്ണിലേക്ക് നോക്കും, കണ്ണൊക്കെ. പക്ഷെ ഇവള് കൂളായിട്ടൊക്കെ പെട്ടെന്ന് സങ്കടം വരും കേട്ടോ, പെട്ടെന്ന് കരയും. ചെറിയ കാര്യം മീൻസ് ഇങ്ങനെയുള്ള ഇപ്പൊ മൂവിയിലെ സീൻസ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് ഞാൻ ആലോചിക്കും, അതിന് മാത്രം കരയാനായിട്ട് അത്രയ്ക്ക് ഉള്ളിലോട്ട് എടുക്കുമല്ലേ എല്ലാ കാര്യങ്ങളും. ഞാനൊക്കെ എന്തോ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടം വരുന്നു. അതെ, നമ്മൾ ഏതോ ഒരു തമിഴ് മൂവി കണ്ടപ്പോൾ ഇതേപോലെ തുടക്കം മുതൽ അവസാനം വരെ കരച്ചിലായിരുന്നു. അതേപോലെ അതൊരു നെഗറ്റീവ് പെട്ടെന്നൊരു സങ്കടം വരും, അതൊരു നെഗറ്റീവാണ്. പിന്നെ പെട്ടെന്ന് സൈലന്റ് ആവും, അതും എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, അതിങ്ങനെ മൈൻഡിൽ വെച്ചിട്ട് പെട്ടെന്ന് എനിക്കറിയാം ഒരു ടോൺ മാറുമ്പോഴത്തേക്കും എനിക്കറിയാം അതെന്തറിയോ, എന്റെ ഉറക്കെയുള്ള കരച്ചിലാണ് എന്റെ സൈലൻസ്. അതായത് പാടെ ഞാൻ അങ്ങേയറ്റം ഡൗൺ ആവുമ്പോ ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ട് മാറും. എനിക്ക് എന്താ പറയാ, ഞാൻ സംസാരിച്ചാൽ ചിലപ്പോൾ കരച്ചിലായി മാറും. ആ സമയങ്ങളിലൊക്കെ ഞാൻ പാടെ സൈലന്റ് ആയിട്ട് മാറും. അങ്ങനെയാ. അപ്പൊ എന്റെ ഉറക്കെയുള്ള കരച്ചിലാണ് എന്റെ സൈലൻസ്. പിന്നെ ഭയങ്കര ദേഷ്യം എന്റെ സൈലൻസ് തന്നെയാട്ടോ. ഭയങ്കര സങ്കടം, ഭയങ്കര ദേഷ്യം, ഞാന് ഭയങ്കര സൈലന്റ് ആവും. അപ്പൊ ഞാൻ ഒരുപാട് സൈലന്റ് ആവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി, ഒന്നില്ലെങ്കിൽ കടുത്ത ദേഷ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ കടുത്ത സങ്കടത്തിലായിരിക്കും. ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ. എനിക്ക് ദേഷ്യം വരുമ്പോ സങ്കടം വരുമ്പോ ദേഷ്യപ്പെടും, സംസാരിക്കും ഭയങ്കരമായിട്ട്. അപ്പൊ ശ്രുതി സങ്കടം വരുമ്പോ ഈ പറഞ്ഞ പോലെ സൈലന്റ് ആവും. ഞങ്ങൾ ദേഷ്യം ഓർമ്മയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും. അപ്പോഴും ഞാൻ എന്താ പറയുക, കരച്ചിലായിരുന്നില്ല ഞാനൊരു ഇതേപോലെ ചെറിയ എന്തോ ഒരു കാര്യത്തിന് ഞങ്ങൾ ഇതുപോലെ പിണങ്ങിപ്പോ ഇവള് ഭയങ്കരമായിട്ട് എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവള് ഷൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് പറയാൻ റീസൺസ് ഉണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഫുള്ള് കരച്ചില്ല. എന്നിട്ട് ഞാൻ കരച്ചിൽ എന്റെ വേറെ ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോർ അടച്ചിരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കരയുക.
എനിക്ക് ഇവളോട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഇവളോട് പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഫുള്ള് കരച്ചിലായിരുന്നു. അതെ, എനിക്കും ആ കാര്യം സങ്കടമാണ് എന്റെ ഉള്ളിൽ. പക്ഷെ എനിക്കത് ഇവള് നല്ലപോലെ ഷൗട്ട് ചെയ്യുന്നു, ഞാൻ ഫുള്ള് കരച്ചിലായി. ഷൗട്ട് ചെയ്ത് ഞാൻ തീർക്കാം. അങ്ങനെയൊക്കെ നല്ല വഴക്കൊക്കെ കൂടും. അത് വല്ലാത്തൊരു ഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര ഓർക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒരു ഇതും ഇല്ലാണ്ട്. അത് നീ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായിട്ടല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാഹ്യമായ ഇടപെടലുകൾ കാരണം ഉണ്ടായി പോയൊരു സംഭവമാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ല അത്. എന്റെ നെഗറ്റീവും പോസിറ്റീവും. ഓക്കെ, ഇവളുടെ ഒരു പോസിറ്റീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവള് മെന്റലി അങ്ങനെ വീക്കാണോന്ന് വെച്ചാൽ വീക്കാണെങ്കിലും ആ സമയത്ത് ഭയങ്കര എനർജറ്റിക്കാണ്. കാരണം എനിക്കൊക്കെ മെന്റലി ഞാനൊന്ന് വീക്കായി കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാനോ ഒന്നിനോടും ഒരു താല്പര്യം തോന്നില്ല. അതിന് ഏതാള് വന്ന് വിളിച്ചാലും എനിക്ക് പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചാൽ പോവില്ല. പക്ഷെ ഇവള് എനിക്ക് തോന്നുന്നു ഇവള് എത്ര ഓഫാണ്, മൂഡ് ഓഫ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതിന് റെഡി ആവും കേട്ടോ. അങ്ങനെ ഇല്ല മോളെ ഇന്ന് എനിക്ക് മൂഡ് ഓഫ് ആണ്, ഞാൻ വരുന്നത്, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. എവിടെയെങ്കിലും പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ, എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അതിൽ തിരക്കാവും. അതല്ലാതെ എവിടെ പോകാന്ന് വെച്ചാലും എത്ര മൂഡ് ഓഫ് ആണെങ്കിലും വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണെങ്കിലും എവിടെയാണ് എന്താന്ന് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നോളും. അതാ ഞാൻ നേരത്തെ പറയാം, എനിക്കൊരു ഈഗോ ഇല്ലാതെ എനിക്ക് ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ അത് എനി ടൈം നമ്മുടെ കൂടെ ഉണ്ടാകും, എന്ത് സിറ്റുവേഷൻ വന്നാലും. അങ്ങനെ ഒരു പോസിറ്റീവാണ് എനിക്ക് ഇവളുടെ അടുത്തുള്ളത് കേട്ടോ. അതായത് ആള് മെന്റലി ഓക്കെ അല്ലെങ്കിലും ആള് ഓക്കെ ആയിരിക്കും. ആ സാധനം ഭയങ്കര ഒരു പോസിറ്റീവ് ഇവളുടെ. ഞാനൊക്കെ ഡൗൺ ആയിട്ട് കിടക്കുന്ന പോലെ ഒന്നും അങ്ങനെയൊന്നും ആവാറില്ല. പിന്നെ നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് ഇവക്ക് യാതൊരു ഇത് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നാറുണ്ട്. ഞാൻ കാണിക്കുന്ന അത്രയും അല്ലെങ്കിൽ ഓക്കെ എല്ലാവർക്കും ഒരേ ടാലന്റ് ഉണ്ടാവില്ലല്ലോ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഫ്യൂച്ചർ ഇങ്ങനെ ഒരു. അപ്പോൾ ഇവക്ക് അതിനെപ്പറ്റി ടെൻഷൻ വേണ്ട. എനിക്ക് കറക്റ്റ് ഞാൻ ചെയ്ത പോലെ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുമെങ്കിലും അത് ഞാൻ മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കിയാലും അതിനൊരു ഇൻട്രസ്റ്റ് എടുക്കാറില്ല. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചർ വീടൊക്കെ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും അത് A to Z പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാലും ആള് എന്നൊക്കെ കേൾക്കുന്നല്ലാതെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കാണിക്കായ്മ മാത്രമാണ് എനിക്ക് ഇവളൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ഹായ്, അപ്പൊ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ശ്രുതി ബൈ ബൈ പറ. ഷൂടാണ് ഇവൻ ഇത്ര നേരം ഈ വ്ലോഗിൽ ഇല്ലായിരുന്നല്ലോ. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ് കേട്ടോ, അനൂപാണ്. അപ്പോൾ അനൂപാണ് ഇത്ര നേരം വീഡിയോസ് ഒക്കെ എടുത്തു തന്നത്, ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.